ജയക്കുട്ടിയോ? ഗുരുക്കൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരാപത്ത് വരുമ്പോൾ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ച് വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗുരുക്കൾ ചാത്തുക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയത് ഉൾപ്പെടെ. അല്ല, അയാളെ ഞാൻ കുറ്റം പറയല്ല. തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് വിചാരിക്കരുത്. അല്ല, എന്നെപ്പറ്റി അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം. ആ, താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ? സംശയം എന്തിരിക്കുന്നു? എന്തും എന്തും. പക്ഷേ എനിക്ക് അതിനൊരു പ്രതിഫലമൊക്കെ വേണം. പണത്തിന്റെ കാര്യമല്ലെന്ന് അറിയാലോ. എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം. പുര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക്. തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ? തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാർ പരിഹരിച്ചോളാം. അതിനൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിടിച്ചു പുറത്താക്കടാ ഈ നെറുകെട്ടവനെ. അയാളുടെ ഒരു ഉപദേശം ഇനി പ്രദേശം കണ്ടുവരുത്. നമസ്കാരം. കുരുക്കൾ മർമ്മം നോക്കിയൊന്നും തന്നെങ്കിലും റൈറ്റർക്ക് അത്യാവശ്യം നാട്ടുമരുന്ന് അറിയാവുന്നത് കൊണ്ട് അതൊരു രക്ഷയായി അല്ലേ? താൻ എന്ത് പോക്കാടും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? ഞാൻ പറയുന്നു ഒന്ന് കേക്ക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും, പ്രത്യേകിച്ചും തന്റെ അടുത്തുനിന്നാകുമ്പോ. താൻ വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ കാര്യമല്ല. പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള്? അതിലൊന്ന് സ്വൈരക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു. ആ, കാർത്തൂരെ ഓർമ്മയില്ലേ തനിക്ക്? കാർത്തു, താൻ എന്തൊക്കെയായി പറയുന്നേ? ഒക്കെ പറയാം, ഇവിടെ വെച്ചല്ല. താൻ വരിക. താനീ പറയുന്നത് സത്യമാണോ? സത്യം. ഇനി അല്ലാൻ തനിക്ക് പറയാൻ പറ്റുമോ? അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ താൻ? കാർത്തുവിന്റെ നോട്ടം അവളുടേത്. എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അത് സത്യമായതുകൊണ്ടാ. കാർത്തൂനെയും അവളുടെ അച്ഛനെയും അമ്മ രായിക്കരാമാനം നാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ആ കുട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ എങ്കിൽ കാർത്തു എവിടെ? അത് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഇതൊരു കള്ളക്കഥയായിട്ടേ ഞാൻ കാണൂ. ചന്തപ്പൻ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുക. നമുക്ക് മാത്രം അറിയാവുന്ന 10-25 വർഷം മുമ്പുള്ള ഒരു കഥ അവൾ എങ്ങനെ അറിഞ്ഞു? അന്ന് അങ്ങ് ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേരാ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പെ പറ്റിയ അബദ്ധത്തെക്കുറിച്ച് വേണ്ടുവോളം പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ? പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ. ഇനി അവള് പറയണതൊക്കെ സത്യമാണെന്ന് വെക്കുക. എങ്കിൽ അവളുടെ വരവിന്റെ ലക്ഷ്യ നമുക്കറിയേണ്ടത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇനി നാളെ വേറൊരാള് ഇങ്ങനൊരു കഥയും പറഞ്ഞു വന്നാല് ഞാൻ അതും വിശ്വസിക്കണോ? എന്തായാലും എനിക്ക് സ്വൈരയില്ല. ദേവകി അറിഞ്ഞാലത്തെ കാര്യ ഞാൻ ആലോചിക്കണേ. തന്റെ മനസ്സാകെ ചഞ്ചലപ്പെട്ടിരിക്കുക. ഇപ്പോ ആദ്യം എനിക്ക് അവളെ ഒന്ന് കാണണം, സത്യം അറിയണം. താനും എന്നോടൊപ്പം വന്നേ പറ്റൂ. എന്നിട്ട് മതി തീരുമാനങ്ങള്. എന്റെ അമ്മയെ വെറും കൈയോടെ കൂരിരുട്ടിലേക്ക് ഇറക്കി വിടുമ്പോ തോന്നാത്ത സ്നേഹവും വികാരപ്രകടനവും ഒക്കെ ഇപ്പൊ എവിടെ നിന്നുണ്ടായി നിങ്ങൾക്ക്? മറുപടി ഉണ്ടാവില്ല. വലിയ അഭിമാനികളായിരുന്നല്ലോ ആലഞ്ചേരിക്കാര്. കെട്ടില്ലമ്മ ഉറഞ്ഞു തുള്ളി കൽപ്പന പുറപ്പെടുവിച്ചപ്പോ സ്നേഹത്തിന്റെ കഥകളൊക്കെ തമ്പുരാനങ്ങ് മറന്നു. ഇരുട്ടിൽ വല്യച്ഛന്റെ കൈയും പിടിച്ച് തപ്പിത്തടഞ്ഞ് പാടം കടന്നുപോയ കാർത്തൂന്ന് പറഞ്ഞ ആ പാവം പെണ്ണിന്റെ കണ്ണീര് കാണേണ്ടി വരില്ലോ എന്നോർത്ത് തമ്പുരാക്കന്മാരങ്ങ് ആശ്വസിച്ചു അല്ലേ? നിർത്ത. കഥകളൊക്കെ ആർക്കും ഉണ്ടാക്കാം, പക്ഷെ സത്യമായിരിക്കണം. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്നതിന് എന്താ തെളിവ്? ഇതൊക്കെ സത്യമായിരുന്നു എന്ന് മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കതൊക്കെ ഒരു വെറും ഓർമ്മ മാത്രമാണ്. എന്നെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. എനിക്ക് 14 വയസ്സുള്ളപ്പോ മുത്തശ്ശനും. അപ്പൊ കൂടെയുള്ള മുത്തച്ഛനോ? എല്ലാരും നഷ്ടപ്പെട്ടപ്പോ എന്നെ എടുത്തു വളർത്താൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായി, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. പക്ഷെ അതിലൊക്കെ എന്താ തെളിവ്? തെളിവുകളുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നായി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും തമ്പുരാന്മാർക്ക് കനിവുണ്ടാവണം. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തൂനെ ആദ്യം കാണുന്നത്.
ഒരു അടിയാത്തി പെണ്ണിന്റെ തമ്പുരാനെ സ്നേഹിക്കാൻ അവകാശമില്ലെന്ന് അവള് പറഞ്ഞപ്പോ തമ്പുരാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തത്. നേരല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അല്ല ആദ്യം നിങ്ങളെല്ലാം നിഷേധിച്ചതല്ലേ? അപ്പൊ സത്യം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴോ? ഈ കൽപ്പടവുകളിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ കാത്തിരിക്കാറ്. അപ്പുറത്ത് കാവലിരിക്കുന്ന ഈ തമ്പുരാനെ കണ്ട് ഇതുവഴി വരുന്നവർ ദൂരെ നിന്ന് തന്നെ വഴിമാറിപ്പോവും. ആലഞ്ചേരിക്കാരുടെ തിരുവായിക്ക് എതിർവായില്ലാത്ത കാലമായിരുന്നല്ലോ അത്. അപ്പൊ തമ്പുരാൻ കാർത്തൂന് രാഗങ്ങൾ വിസ്തരിക്കും. ഒന്നും മനസ്സിലാവാതെ ആ പാവം ഈ കണ്ണുകളിലേക്ക് നോക്കി ആവശ്യപ്പെട്ടു, എനിക്ക് ഒന്നുകൂടി പാടി കേൾക്കണം. അന്ന് തമ്പുരാൻ പറഞ്ഞു, ഇതാണ് ശ്രീരഞ്ജിനി രാഗം, ഇതങ്ങനെ എപ്പോഴെപ്പോഴും പാടാൻ പറ്റില്ല എന്ന്. ഇനിയും ഉണ്ട് തെളിവുകൾ. ഇവിടെ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല. ഈ വരമ്പത്ത് വെച്ചാണ് കാർത്തൂനെ നിങ്ങൾ അവസാനമായി ഒറ്റയ്ക്ക് കണ്ടത്. കെട്ടിലമ്മ കഥകളൊക്കെ അറിഞ്ഞു വന്ന കാലം. അന്നും സംരക്ഷകനായി നിങ്ങളുണ്ടായിരുന്നു. തന്റെ വയറ്റിൽ തമ്പുരാന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറയാൻ അവക്ക് പേടിയായിരുന്നു. എന്നിട്ട് അവളത് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെ നിന്റെ കുട്ടിയെ ഞാൻ സ്വീകരിക്കാന്ന്. അന്ന് ആ വാക്ക് നിങ്ങൾ വേഗം മറന്നു കളഞ്ഞു. പോട്ടെ, കുറ്റം ആരുടേതെങ്കിലും ആവട്ടെ. ഇന്ന് കാർത്തുമില്ലല്ലോ, അതുകൊണ്ട് അവളെ സ്വീകരിക്കാൻ വേണ്ടല്ലോ. പകരം തമ്പുരാന് ഈ മകളെ സ്വീകരിക്കാൻ പറ്റുമോ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വെറും വാക്കെങ്കിലും പറഞ്ഞൂടെ? എന്നോട് ക്ഷമിക്കൂട്ടി, ഞാൻ ചെയ്തതൊക്കെ തെറ്റാ, എനിക്കറിയാം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അല്ലെന്ന് വേണമെങ്കിൽ സ്ഥാപിച്ചോളൂ, ശപിച്ചോളൂ. പക്ഷേ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ, ഒന്നും നിഷേധിക്കുന്നില്ല. നീ ആലഞ്ചേരിയിലെ കണ്ണിയാണെങ്കിൽ അവിടുത്തെ മകളായി തന്നെ വളരും. അതേടോ, എന്നും നമ്മൾ രണ്ടാൾക്കും ഒരേ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ. തൽക്കാലം ഇക്കാര്യം ആരും അറിയണ്ട. പറയേണ്ട സമയം വരുമ്പോ ഞങ്ങൾ പറയും. പക്ഷെ ഇപ്പോ ആരും അറിയണ്ട്. ഞാനൊരു ആഗ്രഹം ചോദിച്ചോട്ടെ? എന്താ കുട്ടി? ഞാനൊന്ന് എന്തായാലും പറഞ്ഞോളൂ. ഞാനൊന്ന് അച്ഛാന്ന് വിളിച്ചോട്ടെ? എന്റെ കുട്ടി. എന്താടാ വിളിച്ചു പോണത്? അയ്യോ, റൈറ്റർ അറിഞ്ഞോ? എന്ത്? ആലഞ്ചേരി തമ്പ്രാനൊരു മോളുണ്ട്. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? സത്യ റൈറ്ററെ, അടക്കേപ്പറമ്പ് താമസിക്കുന്ന ആ പെണ്ണ് റൈറ്ററെ മോളാ. അല്ല, ഭാഗവതരുടെ മോളാ. നേരാണോടാ നീ പറയണത്? ആ, ഭാഗവതരും ഗുരുക്കളും ആ പെണ്ണും കൂടി പറയുന്നത് ഞാൻ ചെവികൊണ്ട് കേട്ട്. അവള് കാർത്തു എന്ന് പറഞ്ഞ പെണ്ണില് ഭാഗവതർക്കുണ്ടായ മോളാ. കൊള്ളാം കൊള്ളാം. എനിക്ക് അന്നേ അറിയാമായിരുന്നു. ആ മുതുക്കിത്തള്ള കാർത്തൂനെ കൊണ്ട് നാട് കടത്താൻ പോയപ്പോ എന്നെങ്കിലും അവളും കൊച്ചും തിരിച്ചു വരുള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാമേടാ, പോലീസുകാരുടെ തോക്കണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വെടി വെക്കണമെങ്കിൽ കളക്ടറുടെ ഓർഡർ വേണ്ടേ? കലക്ടർ ഓർഡർ? ആ, എങ്കിൽ ഞാൻ ഇതാ ഓർഡർ തന്നിരിക്കുന്നു. ഇനി നീ പോയി നാട്ടുമ്പുറത്തെല്ലാം ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഇതങ്ങോട്ട് പ്രചരിപ്പിക്കുക. അപ്പം കാണാം കാക്കക്കൂട്ടി കല്ലിട്ടമാരി തമ്പ്രാക്കന്മാർ ഇളകി വരുന്നത്. വരട്ടെ വരട്ടെ വരട്ടെ. എന്റെ ദേവി, ഞാൻ എന്തൊക്കെയായി കേക്കണേ. കരക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത് അറിയാം അമ്മയ്ക്ക്. നാട്ടിൽ കൂടി ഇറങ്ങിയെടുക്കാൻ വയ്യാണ്ടായി. ഇന്നലെ ഒരുത്തിന് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, ആലഞ്ചേരിക്കാരെല്ലാരും അറിഞ്ഞോണ്ടുള്ള നാടകം വരുന്നില്ലെന്ന്. അത് കേട്ടപ്പോ തൊലിയുലിഞ്ഞു പോയി. ഞങ്ങൾക്ക് അറിയേണ്ടത് ആ പെണ്ണ് ഞങ്ങളുടെ ആരാണെന്നാ. ഒന്ന് പതുക്കെ പറയേ, അച്ഛൻ കേട്ടാലേ മറുപടി ഇപ്പൊ തന്നെ കിട്ടും. എന്റെ ഭഗവാനെ, ഒരു പെണ്ണില്ലായിരുന്നു ഈ തറവാട്ടിൽ. ഒരു പെണ്ണ് വന്നപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടായത്. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ. ഇനിയുടെ എന്തൊക്കെയാ ഉണ്ടാവാന്ന് ആർക്കറിയാം.
പണിക്കാർക്ക് കൂലി കൊടുത്തോ? ഉം, അത് ബുക്കിൽ എഴുതിയോ? ഉം. നിക്ക, തനിക്കെന്താ ഒരു ഗൗരവം പോലെ? ഒന്നുമില്ല. അല്ല, എവിടേക്കാ ഈ പോണത്? പറ, എന്താ ഉണ്ടേ? ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. ദേവിയെ കേട്ടതൊക്കെ സത്യാണ്. ആരോടും, നിന്നോട് പോലും ഞാൻ പറയാതിരുന്ന കഥയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറ്റിപ്പോയി, ആകെ തകിടം മറിഞ്ഞുപോയി. ഇനിയിപ്പോ താൻ എന്നോട് ക്ഷമിക്കാതെ നിവൃത്തിയില്ല. കാരണം ആ കുട്ടിയെ പെരുവഴിയിൽ ഇറക്കി വിടാൻ എനിക്ക് പറ്റുമോ? താൻ പറ. ഇവിടത്തെ ഒരു വാക്കിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. ആദ്യം കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. ഇപ്പൊ ഞാൻ അതൊക്കെ മറന്നു. എത്രയായാലും മീര ഇവിടെ വളരേണ്ട കുട്ടിയല്ലേ. ഹാവൂ, തന്റെ നാവിന്ന് ഇത്രയും പറഞ്ഞു കിട്ടിയല്ലോ. മതി, എനിക്കിത് മതി. ആകെ ഉണ്ടായിരുന്ന ഒരു പേടി അതും ഇപ്പൊ മാറി കിട്ടി. ഇനി എല്ലാം ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. ഒക്കെ ശരിയാവും. ഇത്രയും കാലം ആലഞ്ചേരിയിൽ ഒരു പെൺകുട്ടി ഇല്ലായിരുന്ന ദുഃഖവും ഇപ്പൊ തീർന്നല്ലോ. മേരിയോട് പറയണമെന്ന് പലതവണ ആലോചിച്ച കാര്യമാണ്. തന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇത്രയൊക്കെ പറയാൻ എന്താ ഉണ്ടായി ഉണ്ണി? ഉണ്ടായിട്ടുണ്ട്. ആലഞ്ചേരിയിൽ മാത്രമല്ല, എന്റെ മനസ്സിലും. എല്ലാരും പോലെ കളിയും തമാശയും പറയല്ല, എനിക്ക് മേരിയെ ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണി, അച്ഛൻ അറിയുമ്പോ? ആരും പറയണം, ഞാൻ കാര്യാക്കണില്ല. എനിക്കറിയേണ്ടത് മേരിക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം. ഇഷ്ടാന്ന് കേൾക്കാനല്ലേ ഉണ്ണി കാത്തിരിക്കുന്നത്? ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ്. സമാധാനമായി. പിന്നെ ചോദിക്കുന്നുണ്ട് വേറൊന്നും വിചാരിക്കരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നാട്ടുകാർ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. അച്ഛന്മാര് മറുപടി വിട്ട് പറയണില്ല. എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ. അയ്യോ തമ്പുരാൻ. തറവാട്ടിലേക്ക് വരിക. എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞില്ല. എന്തിനാണെന്ന് എന്നേക്കാൾ അറിയാവുന്നത് നിനക്കല്ലേ? കഥകളൊക്കെ കുറേയായി ഞാൻ അറിഞ്ഞിട്ട്. അത് ഞാൻ വേണ്ട, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ വേണ്ട. നിന്റെ അച്ഛനെ പോലെ ക്രോസ് വിസ്താരത്തിനൊന്നും ഞാൻ തയ്യാറല്ല. ഒറ്റ വാക്കിൽ മതി മറുപടി. നിനക്ക് അവളെ ഇഷ്ടാണോ? അത് ഇഷ്ടാണോ വെച്ചാ പറഞ്ഞോളൂ. തല്ലാനും കൊല്ലാനൊന്നും അല്ല. ഇഷ്ടാണോ? ഇഷ്ടമാണ്. എങ്കിലത് മറ്റുള്ളവർ കാണുക വേണ്ട. അച്ഛനോട് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. മനസ്സിലായോ? ആ, എന്നാ പൊയ്ക്കോ. ആ പിന്നെ ഉണ്ണി, നീ അവളോട് ചോദിച്ചില്ലേ ഞങ്ങൾ എന്തുകൊണ്ട് അവളെ ഇറക്കി വിട്ടില്ലെന്ന്? അവളെ ഇറക്കി വിടരുതെന്ന് നീയും ആഗ്രഹിച്ചതല്ലേ? അതുപോലെ ഞങ്ങൾക്കും അതിന് കഴിഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ഒക്കെ സമയമാകുമ്പോ ഞങ്ങൾ തന്നെ പറയും. അതുവരെ നീ അവളോടൊന്നും ചോദിക്കരുത്. മനസ്സിലായോ? ശരി. ആ, എന്നാ പൊക്കോ. താൻ എന്തായി പറയണത്? ഉണ്ണിയുടെ മൂത്തവര് 3 എണ്ണം നിൽക്കുമ്പോ അവന്റെ കല്യാണം നടത്തുക പറഞ്ഞാ? ധൃതി ഒന്നും വേണ്ട. അവര് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് അത് വേണമെന്നോ വേണ്ടെന്നോ പറയാ എനിക്കോ തനിക്ക് പറ്റുമോ? എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആലഞ്ചേരിയില്? അവൾ എന്റെ മകളായതുപോലെ തന്റെ മരുമകളായിട്ട് അങ്ങോട്ടും വരാൻ പോവല്ലേ. ഒരർത്ഥത്തില് താനല്ലേ ശരിക്കും ഭാഗ്യവാൻ. തനിക്കില്ലാത്ത ഭാഗ്യമൊന്നും എനിക്കും വേണ്ടോ. തന്റെ ആഗ്രഹം അതാന്ന് വെച്ചാ ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാം നന്മയ്ക്കാണെന്ന് കരുതുക. ആദ്യം അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക. സമയമാവുമ്പോ നമുക്കത് അങ്ങോട്ട് നടത്താം. ദാ ശരി. ഭാഗവതർ അല്ലേ? അതെ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല.
എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ മൂക്കിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്റെ കണ്ണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ തമ്പ്രാന്? എന്റെ ശബ്ദം കേട്ടോ? സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പുരുഷോത്തമൻ. പുരുഷൂനിപ്പോ എന്താ വേണ്ടേ? പറയാം. അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു കീർത്തനം കേൾക്കണം. ശ്രീവഞ്ജിനിയെ? ശ്രീവഞ്ജിനി അല്ല, ശ്രീരഞ്ജിനി. അയ്യോ, വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീവഞ്ജിനി എന്ന് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. താൻ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ജസ്റ്റ് എ മിനിറ്റ്. പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. തമ്പ്രാൻ അത്ര വേഗത്തിൽ അത് മറക്കാൻ വഴിയില്ല. അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ കാർത്തുവിന്റെ ചെവിയിൽ മൂളിക്കൊടുത്തില്ലേ ആ രാഗം? ശ്രീവഞ്ജിനി രാഗം. ഇത്ര പെട്ടെന്ന് മറന്നോ കാർത്തുവിനെ? തമ്പ്രാന്റെ പഴയ ലവ് സ്റ്റോറിയിലെ ആ നായികയെ. സത്യം പറ, ആരാ നീ? മോന, കാർത്തുവിന്റെ മോനാണ് ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ പേരും പറഞ്ഞ് എന്നെ മടക്കി അയക്കാമെന്ന് ഭാഗവതരച്ചൻ കരുതണ്ട. എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഞാനാണോ അവളാണോ ആലഞ്ചേരിലെ 11ാമത്തേത് എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. പിടിച്ചു പുറത്താക്കണം ഇവനെ. Don't touch me. തമ്പുരാനച്ചൻ കേട്ടോ? മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും. എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടേക്ക് ഉണ്ടാവും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോര പുഴയൊഴുക്കും. You just remember that. ഇതൊക്കെ എനിക്ക് വെറും തേങ്ങയാ. ഇതാ ഇപ്പൊ നന്നായി. പണ്ടങ്ങോ നാട് വിട്ടുപോയ കാർത്തൂന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇതാ ഇപ്പൊ വേറെത്തൻ വന്ന് മകനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. എന്താ ചത്തപ്പ ഇതിന്റെ ഒക്കെ അർത്ഥം? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞും തുടങ്ങിയിരിക്കണം. പിന്നെ പറയാണ്ടിരിക്കോ? എന്തായാലും നമ്മൾ ആകെ വഷളായി. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കുക ആർക്കറിയാം? വന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. എന്റെ അമ്മയെയും വല്യച്ഛനെയും പാതിരാത്രിക്ക് നാട് കടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കൈയോടെ നോക്കി നിന്നില്ലേ? അതൊക്കെ എണ്ണി തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. എന്ത് തെളിയിക്കാൻ? മീര എന്റെ മോളല്ലെന്നോ? അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ? അല്ലെന്ന് പറയാൻ എന്ത് തെളിവാ അതിന്റെ അടുത്തുള്ളത്? ഉണ്ട്, തെളിവുകളുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ ഈ പുരുഷൻ ആരാണെന്ന് തമ്പ്രാന് ബോധ്യമാവും. ഞാൻ വേണോ അവള് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം. Come on. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തുനെ ഫസ്റ്റ് ടൈം കാണുന്നത്. ഒരടിയാത്തി തമ്പുരാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവള് പറഞ്ഞപ്പോ മറ്റേ തമ്പുരാനല്ലേ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത്. യെസ്, നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ? അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ? ഫോളോ മീ. തെളിവ് നമ്പർ 2. ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തുവിനെ വെയിറ്റ് ചെയ്യാറ്. അന്ന് ഗുരുക്കൾ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും. അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ഡീറ്റെയിൽ ആയിട്ട് രാഗങ്ങൾ പാടും. ഒരൈഡിയയും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. ആം ഐ കറക്റ്റ്? ഇനിയും വേണോ തെളിവുകൾ? ഫോളോ മീ. ഓർമ്മയുണ്ടോ ഈ വരമ്പ്? ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത്. കെട്ടിയമ്മ നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം. അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു വളരുന്നുവെന്ന് അവള് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? പറയണം.
25 കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ നിർത്തുക. റൈറ്റ്. ഞാനൊരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. എന്ന് വെച്ച് എന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, അവള് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പോരെ? ഇനി ഈ കഥയും പറഞ്ഞ് എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ആരെയും. മനസ്സിലായല്ലോ? അങ്ങനെയൊന്നും പുരുഷനെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട. ഈ നാട് മുഴുവൻ ഇളക്കി മറിക്കും ഞാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ഷിറ്റ്. ഇപ്പൊ എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററെ. പുരുഷനെ നമ്മളാണ് കൊണ്ടുവന്നതെന്ന് തമ്പുരാക്കന്മാർ അറിയുന്നതിന് മുമ്പ് നാട്ടുകാർ മുമ്പിൽ നമുക്ക് അവരെ നാറ്റിക്കണം. ഇതിൽ കൂടുതൽ എന്ത് നാറാനാടാ ഉള്ളത്? ഇനി നീ നോക്കിക്കോ, ആലഞ്ചേരിയിലെ ഒറ്റ ഒരുത്തിനും നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല. അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അവിടത്തെയും ഇവിടത്തെയും 10 കൂടി ഇനി തമ്പ്രാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും. എന്നിട്ട് അവര് തമ്മിൽ അടിച്ച് ചാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചങ്കിൽ ഇടിച്ച് ചാവേണ്ടി വരും. ഓടാ, അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്.